is integrated into the fabric of each and every Herbalife product. That's why our distributors and customers have such great confidence in Herbalife products. A confidence that stems from Herbalife's seed to feed philosophy, a thorough and hands-on approach to our products that influences every aspect of the manufacturing process, from the ground our seeds are planted in to labeling, packaging, distribution, and beyond. It starts with knowing the marketplace and the current state of nutritional science. We develop products that consumers want based on scientific findings, trend in the market, researchers and distributors in the field. Our growth is a direct result of increased demand for our products. Once we've identified the needs of our customers, we bring in leading science. This comes from our very Hello. Good morning all. എൻ്റെ പേര് സിനി രവീന്ദ്രൻ, വയസ്സ് 47. ഞാൻ പട്ടാമ്പിക്ക് അടുത്ത് കരുവാമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കളക്ട് ആയിരിക്കുന്നത്. ആദ്യം തന്നെ ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം ആണ് അല്ലെ. അപ്പൊ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മ്യൂട്ട് ബട്ടൺ എപ്പോഴും ഒരു റെഡ് ക്രോസ് ലൈൻ ഉണ്ടോന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഷെയർ ചെയ്യേണ്ട സമയമാകുമ്പോൾ മാത്രം അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ ബട്ടൺ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ കഴിയുമോ അതുപോലെ എനിക്ക് നിങ്ങളെയും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡ്രസ് കോഡ് വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അധികം വേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നമ്മുടെ സ്ത്രീകളിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രശ്നം, അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. എന്താണ് PCOD? ഈ PCOD അല്ലെങ്കിൽ PCOS എന്താണത്? അതിനുള്ള കാരണങ്ങൾ എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഉണ്ടെന്ന് അറിയണത്? അതിനുള്ള പ്രതിവിധികൾ എന്താണ്? ഇതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം പറ, PCOD അല്ലെങ്കിൽ PCOS എന്താണ്? അത് ഒരു രോഗമല്ല, ഒരു കൂട്ടം രോഗങ്ങളുടെ ഒരു രോഗാവസ്ഥയാണ് ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. അതില് 3 പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് വരുന്നത്. ഒന്നാമത് ആർത്തവ ക്രമക്കേടുകൾ, രണ്ടാമത് ഹോർമോൺ ഇംബാലൻസ്, അതായത് ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ. സർവ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യോ. നെക്സ്റ്റ്, നോർമൽ ആയിട്ടുള്ള ഓവർ റീഡിങ്, പോളിസൈക്ലിക് ഓവർ റീഡിങ്. ഒരു പിക്ചർ കണ്ടോ? ഇതാണ് നമ്മുടെ യൂട്രസ്. ഇനി അതിൽ പ്രശ്നം വരും, PCOD പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കാണിക്കുന്ന ആർത്തവ ക്രമക്കേടുകൾ 3 ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ആർത്തവ ക്രമക്കേടുകൾ. സർ നെക്സ്റ്റ് സ്ലൈഡ്. രണ്ടാമതായി വരുന്നത് ഹോർമോൺ ഇംബാലൻസ്, അതായത് ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ. മൂന്നാമതായിട്ട് വരുന്നത് അണ്ടോൽപാദനത്തിൽ വരുന്ന ബുദ്ധിമുട്ട് കാരണം ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് യൂട്രസിൽ ചെറിയ കുമിളകൾ ഉണ്ട് എന്നുള്ളത്. അതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ നോർമലി ഒരു സ്ത്രീയുടെ ആർത്തവം എന്ന് പറയുന്നത് ഒരു 28 ദിവസത്തെ ഒരു സൈക്കിളാണ്. 28 ദിവസം കൂടുമ്പോഴാണ് നോർമൽ ആയിട്ടുള്ള ഒരു ആർത്തവം വരുന്നത്. അത് ഒരു 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. അത് സാധാരണമാണ്. അത് ക്രമക്കേട് വരുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35 ദിവസത്തിൽ കൂടുതലായിട്ടാണ് ചിലവർക്ക് ആർത്തവം വരുന്നത്. അതൊരു ആർത്തവ ക്രമക്കേടാണ്. അതേപോലെ തന്നെ ആർത്തവം ഉണ്ടാവും, പക്ഷെ കുറച്ച് ഒരു കറ പോലെ കുറച്ച് മാത്രം കാണും. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറ പോലെ കാണും. അങ്ങനെ വരുന്നതും
ഒരു ആർത്തവ ക്രമക്കേടിൽ പെടുന്നതാണ്. പിന്നീട് ഒരു ഇത് വരുന്നത് എന്ന് പറഞ്ഞാല് ഒരു 35 ദിവസം അതിന് മേലെ ആ ഒരു സൈക്കിളിന്റെ ദിവസം നീണ്ടു പോവുകയാണ്. 28 ദിവസം എന്നുള്ളത് 35-ന് മേലെ വരുമ്പോഴും ഇതേപോലെ ആർത്തവ ക്രമക്കേടില് ഉൾപ്പെടുന്നതാണ്. ഇത് കൂടാണ്ട് ഇങ്ങനെ 35 ഇതിന് മേലെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ബ്ലീഡിങ് വരും. അത് നിൽക്കില്ല. ഒരു 19-20 ദിവസം ഓവറായിട്ട് ബ്ലീഡിങ് വരുന്നു. അതുമൂലം തന്നെ ബ്ലഡിന്റെ കുറവ് വരും ശരീരത്തില്. അതൊക്കെ ഈ ആർത്തവ ക്രമക്കേടിൽ പെടുന്നതാണ്. രണ്ടാമതായി വരുന്നതാണ് ഹോർമോൺ ഇൻബാലൻസ്, അതായത് അസന്തുലിതാവസ്ഥ ഹോർമോണിന്റെ. അത് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഇൻസുലിൻ ഉൽപാദനത്തിന്റെ അഭാവം കൊണ്ട് വരുന്നതാണ് ഇങ്ങനെ ഒരു പ്രശ്നം. അത് ചിലപ്പോ അതില് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടാവാം. അതിന്റെ കുറവ് കൊണ്ടോ അത് ശരീരം പ്രോപ്പറായിട്ട് പ്രകടിപ്പിക്കാത്ത കാരണം കൊണ്ടോ നമുക്ക് ഈ ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാവും. അതിന്റെ സിംറ്റം ആയിട്ട് വരുന്നത് അമിതഭാരം, അതേപോലെ തന്നെ രോമ വളർച്ച, അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടാവും. പിന്നെ അതുപോലെ പറയാനുള്ളത് എണ്ണമയമുള്ള ത്വക്ക്, നല്ല ഓയിലി സ്കിന്നാണെന്ന് പറയുക. അതുകൊണ്ട് തന്നെ മുഖക്കുരു പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ സ്കിന്നിന്റെ ബാക്കിൽ, നമ്മുടെ കഴുത്തിന്റെ ബാക്കില് ചെറിയ ഡോട്ടുകൾ, കറുത്ത തടിച്ച പാടുകൾ ഉണ്ടാവും. ഇതെല്ലാം PCODയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ അതുപോലെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അണ്ടോൽപാദനത്തിലുള്ള കുറവ്. അടുത്തത് നമ്മൾ അതിൽ പറഞ്ഞു അമിതവണ്ണം അതിനൊരു കാരണമാണ്. എന്തുകൊണ്ട് അമിതവണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ BMI, നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നത് അധിക പേരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത്, ഹൈറ്റ് ഉള്ളത് അതിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് നമ്മുടെ ഐഡിയൽ വെയിറ്റ് ആണെങ്കിലാണ് നമുക്ക് എല്ലാം പ്രോപ്പറായിട്ട് നടക്കും. ഈ ഒരു PCOD എന്ന് പറയുന്നത് അമിതവണ്ണം കൊണ്ട് വരുന്ന ഒരു അസുഖം കൂടിയാണ്. അത് BMI നമ്മൾ കറക്റ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. 35-ന് മേലെ BMI വരുമ്പോ എന്തായാലും PCODയുടെ അസുഖം അയാൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ അമിത ഭാരത്തിൽ നിന്ന് ഒരു ഐഡിയൽ വെയിറ്റ്, ഐഡിയൽ BMI ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അമിത രോമ വളർച്ച എന്ന് പറഞ്ഞു. ഇപ്പൊ ചിലര് ഡോക്ടറോട് ചെന്ന് ചോദിക്കും, എന്റെ കൈയിന്റെ അവിടെ ഇങ്ങനെ നല്ലപോലെ കട്ടി രോമം ഉണ്ടല്ലോ, ഇതാണോ PCODയുടെ ലക്ഷണമാണോ, എനിക്ക് PCOD ഉണ്ടോ? അങ്ങനെയല്ല. അതല്ലാണ്ട് തന്നെ നമ്മുടെ മുഖത്ത് തന്നെ ഇപ്പൊ താടിയുടെ അവിടെ, മേൽചുണ്ടിന്റെ മുകളില്, അല്ലെങ്കിൽ കക്ഷത്ത്, അതേപോലെ സ്തനത്തിന്റെ അവിടെ, കാലിന്റെ തൊടാളുടെ ഇടുക്കിലൊക്കെ കട്ടിയായിട്ട് പുരുഷന്മാരുടെ ഇതുപോലെ തന്നെ രോമ വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് PCODയുടെ ലക്ഷണമായിട്ട് വരും. പിന്നെ അണ്ഡാശയത്തിന്റെ ഭിത്തിക്കുള്ളിൽ ചെറിയ കുമിളകൾ ഉണ്ടായിട്ട് അണ്ടോൽപാദനം നിൽക്കുന്നൊരവസ്ഥ, അത് നമുക്ക് PCODക്ക് കാരണമാവുന്നുണ്ട്. ഈ PCOD നമ്മളിപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അമിതവണ്ണോ അല്ലെങ്കിൽ രോമങ്ങൾ കൂടുതൽ വരുന്ന അങ്ങനെയുള്ളതൊക്കെ കാണിക്കുമെങ്കിലും പോകെ ചെറിയ കുട്ടികളിലല്ല, കുറെ വയസ്സാകും, മെനോപോസ് സമയമൊക്കെ ആവണ സമയത്ത്, ആർത്തവവിരാമ സമയം ആവുമ്പോഴേക്കും ഒരുപാട് അസുഖങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഇൻസുലിന്റെ പ്രശ്നം കൊണ്ടാണ് ഹോർമോൺ ചേഞ്ച് വരുന്നത് ഞാൻ പറഞ്ഞു. അത് പിന്നീട് ഒരു ഷുഗറിലേക്കും ഹൈപ്പർ ടെൻഷനിലേക്കും അത് പോകെ അറ്റാക്ക് വരെ ആവാനുള്ള സാധ്യത ഈ ഒരു PCOD കാരണം വരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുന്നു, അത് ആദ്യത്തെ ചെറിയ കുട്ടികൾക്കല്ല പറയുന്നത്, വയസ്സാകുമ്പോൾ സ്ത്രീകൾക്ക് അതിനുള്ള സാധ്യത കൂടുതലുള്ളത് ഈ ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ്. എന്താണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് ഇതിനൊരു പ്രതിവിധി? നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു അമിതവണ്ണാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു. അമിതവണ്ണം വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതശൈലി രോഗാണത് അല്ലെ. അതില് ഭക്ഷണം ക്രമീകരിക്കുക എങ്ങനെ? ലോ കാലറി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. അതില് പഞ്ചസാര ഒഴിവാക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് റിഫൈൻഡ് ഷുഗർ ഒഴിവാക്കുക.
ഫൈൻ ഷുഗർ എന്നോണ്ട് എന്താ ഉദ്ദേശിക്കുക? ഇപ്പൊ ബേക്കറി സാധനങ്ങളുണ്ട്, ഇപ്പൊ കുക്കീസ് ആവട്ടെ, കേക്ക് ആവട്ടെ, അതേപോലെ ഐസ്ക്രീം, ചോക്ലേറ്റ്, ഇത് സാധനങ്ങള് നിർബന്ധമായിട്ടും PCOD ഉള്ള ഒരാള് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഇത്തിരി അല്ല, കുറച്ച് കഴിക്കട്ടെ, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് കുറേശ്ശെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ പുറമേക്ക് അതിന്റെ സിംറ്റംസ് പെട്ടെന്ന് കണ്ടുന്ന് വരില്ല. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ട്രാൻസ് ഫാറ്റ് ഉപയോഗിക്കുന്ന, അങ്ങനെയുള്ള എണ്ണ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡുകൾ, ഇപ്പൊ സാൻഡ്വിച്ച് ആവട്ടെ, ബർഗർ ആവട്ടെ, പിസ്സ, അങ്ങനെയുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ടും അവർ ഒഴിവാക്കണം. പിന്നെ കാലറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, സലാഡുകൾ, ധാരാളം വെജിറ്റബിൾസ്, അതെല്ലാം ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. നമ്മളോട് പറയാറുണ്ട് 20% വ്യായാമം നമുക്ക് ആവശ്യമുണ്ട് അല്ലെ? അതേപോലെ തന്നെ PCOD ഉള്ള ഒരാള് നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യണം. അത് ചുമ്മാ ഒന്ന് നടന്നാ പോരാട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോ അതിലേക്ക് വേണ്ട ശരിക്കും നമ്മുടെ ശരീരം വേർക്കണം. ഒരു കാർഡിയക് എക്സസൈസോ അല്ലാതെ ഒരു ജിമ്മിൽ പോയിട്ടുള്ള ഒരു എക്സസൈസോ മസ്റ്റായിട്ടും അവര് ഫോളോ ചെയ്യണം. ഒരു PCOD ഉള്ള ഒരാള് എന്നല്ല, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സിസ്റ്റം അതിന് നമുക്ക് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇന്ന് രാവിലെ ഹാല വർക്കൗട്ട് ചെയ്തവരോ ആരൊക്കെയാണ് അവർക്കൊക്കെ അറിയാം അത് എത്രമാത്രം എഫക്റ്റീവ് ആണ്. അപ്പൊ PCOD ഉള്ളവര് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന ഒരാൾക്ക് ഒരു വെയിറ്റ് മാനേജ്മെന്റ് കാര്യമായാലും അതേപോലെ BMI കറക്റ്റ് ആക്കേണ്ട കാര്യമായാലും നമുക്ക് ഇവിടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത ആള് ആദ്യം പറഞ്ഞു തരുന്നത് അതാണ് അല്ലെ? അപ്പൊ ഞാൻ ഈ സിസ്റ്റത്തിൽ കണക്ട് ആവുന്നത് ഒരു അമിത വണ്ണം കാരണം കൊണ്ട് തന്നെയാണ്. എനിക്ക് ഒരു 74 കിലോ വെയിറ്റ് ആയിട്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നത്. ആ സമയത്ത് എനിക്ക് PCODയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് ഒരു 9ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ആദ്യമായിട്ട് മെൻസസ് ആയിട്ടുള്ളത്. ആ സമയത്ത് അന്ന് അങ്ങനെ ആയെങ്കിൽ പോലും പിന്നെ ഒരു 5-6 മാസത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ. നിങ്ങൾ കുറെ പേരൻസ് ഇതിൽ കണക്ട് ആയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ആ കുട്ടി അത്രയല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, പിന്നീട് ശ്രദ്ധിക്കാന്ന് ഒരാളും വിചാരിക്കരുത്. അത് നമുക്ക് ആർത്തവക്രമക്കേടിന്റെ ഒരു പ്രശ്നമാണ്. അത് സ്റ്റാർട്ടിങ് ആണ്. അത് ആദ്യം തന്നെ നോക്കുക, എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ വന്നത്. ആ കുട്ടി ഒബിസിറ്റി ആണോ, അല്ല ഇനി ഒബിസിറ്റി മാത്രമല്ല അതില് വേറൊരു PCOD കൂടി ഉണ്ട്, തിൻ PCOD അല്ലെങ്കിൽ തിക് PCOD പറഞ്ഞിട്ട് ഒരു പ്രശ്നം കൂടി ഉണ്ട്. തടി കൂടിയാൽ മാത്രമല്ല അതുപോലെ തന്നെ തടി കുറഞ്ഞാലും വരുന്നുണ്ട്. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഈ ആദ്യത്തെ ഈ PCODയിലെ ഇറഗുലർ പ്രശ്നങ്ങള് ആദ്യം ശ്രദ്ധിക്കില്ല. അവരെന്ത് വിചാരിക്കും, കുറച്ച് കഴിയട്ടെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ എപ്പോഴാ ശ്രദ്ധിക്കുക, ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞ് വിശേഷം ഒന്നും ആവണില്ല, അപ്പോഴാണ് നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുക. അപ്പോഴേക്കും എന്താവും, ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ അത് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളില് ആർക്കെങ്കിലും അങ്ങനെ പ്രശ്നം ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അവരുടെ ജീവിത ശൈലി മാറ്റുക, വ്യായാമം മസ്റ്റായിട്ടും ചെയ്യിക്കുക. അത് ഒരു 80% PCODനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഹാല വർക്കൗട്ടിന്റെ കാര്യം പറഞ്ഞു. ഞാന് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് എനിക്ക് ഈ PCODയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനൊരു കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളില് അതിന്റെ ബുദ്ധിമുട്ട് നല്ലപോലെ അനുഭവിച്ച ആളാണ്. ഒരു 47 വയസ്സുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചത് വാർദ്ധക്യവിരാമാണ്, അതുകൊണ്ടാണ് എനിക്ക് പീരിയഡ്സ് ആവാത്തത്, ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. രാത്രി ശരീരത്തിന് ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻ ഇട്ടിട്ട് ഉറങ്ങാൻ പറ്റില്ല. ജനലിന്റെ അടുത്ത് വേറൊരു ഫാൻ വെക്കും. അതുപോലെ തന്നെ ഒരു കട്ട ഐസ് പാത്രത്തിൽ ഐസ് ആക്കി വെച്ച് അത് എന്റെ അടുത്ത് വെച്ചിട്ട് ആ ടേബിൾ ഫാന്റെ കാറ്റ് ആ ഐസിന്റെ അവിടെ തട്ടി അത് ശരീരത്തിൽ തട്ടിയിട്ട് ആ ഒരു തണുപ്പിലാണ് ഞാൻ ഉറങ്ങിയിരുന്നത് കുറെ ദിവസങ്ങളോളം. അപ്പൊ ഞാനിത് നമ്മുടെ
കോച്ചിനോട് എല്ലാ കാര്യങ്ങളും പറയണില്ല. ചില കാര്യങ്ങളൊക്കെ പറയാൻ വൈകണ കാരണം കൊണ്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടാൻ വൈകുന്നുണ്ട്. ഡെയിലി ക്ലബിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു അസോസിയേറ്റ് മീറ്റിംഗ് ഉണ്ടായി. അവിടെ വെച്ചിട്ട് സുഹറ മേഡത്തിനോട് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ സുഹറ മേഡം എന്നോട് പറഞ്ഞു, നമുക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, വിമൻ ചോയ്സ് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇത് ഒരിക്കലും ഒരു മെഡിക്ലെയിം അല്ല, അതൊരു ഫുഡാണ്. ആ ഒരു വുമൺ ചോയ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ലൈഡ് സോയ ഐസോഫ്ലേവിനും ചാസ്ബെറിയുടെയും എക്സ്ട്രാക്ട് എന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ കഴിയും. അതില് നമ്മുടെ ക്യാൻസർ, സ്തനാർബുദം, അതുപോലെ ഗർഭാശയ ക്യാൻസർ, അങ്ങനെയുള്ള ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുള്ളതാണ് ഈ സോയ ഐസോഫ്ലേവൻ പറയുന്നത്, ചാസ്ബെറിയുടെ അത് ഉള്ളത്. അപ്പൊ അതാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് തരുന്നത് വുമൺ ചോയ്സ്. പിന്നെ നമുക്ക് കലോറി മാനേജ്മെന്റിന് ഏറ്റവും നല്ലൊരു ഫുഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, നമ്മുടെ മാർക്യൂസ്. എന്താണ്? നമ്മുടെ Formula-1 ഷേക്ക്. ലോ GI ഫുഡാണ്. ഇപ്പൊ നമ്മുടെ ഇൻസുലിന്റെ പ്രശ്നം കൊണ്ടാണ് ഹോർമോൺ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു. അത് ഒരു ലോ GI ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാം. ഏത് പ്രായക്കാർക്ക് വേണമെന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാം. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഒരു എന്റെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യും സർ. വരുമ്പോ ഒരു 74 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കാലത്ത് നല്ലപോലെ നടക്കാൻ വേണ്ടി ഒരു 2.5 വർഷമായിട്ട് ഞാൻ നടത്തം മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 കിലോമീറ്ററോളം നടക്കുമായിരുന്നു. 5 മണിക്ക് പോയാൽ 6 മണിക്കാണ് തിരിച്ചെത്തുക. വീട്ടിൽ അത്യാവശ്യം നല്ലോണം ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഈ PCOD-യുടെ പ്രശ്നമാവട്ടെ, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ല. വയറ് പോലും കുറഞ്ഞിരുന്നില്ല. രാവിലെ പോവും, 1 മണിക്കൂർ നടക്കും, തിരിച്ചു വരും. വെള്ളം കറക്റ്റായിട്ട് കുടിച്ചിരുന്നില്ല. ഇന്നലത്തെ എഡ്യൂക്കേഷൻ സെഷനിൽ മാഡം പറഞ്ഞു വെള്ളത്തിന്റെ നമ്മുടെ ആവശ്യകത എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു. വെള്ളം തീരെ കുടിച്ചിരുന്നില്ല. 1 ഗ്ലാസ് വെള്ളമൊക്കെയാണ് ചില ദിവസങ്ങളിൽ ഞാൻ കുടിച്ചിരുന്നത്. പക്ഷെ ആ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആക്കി. അതുപോലെ തന്നെ ഒരു 2.5 വർഷമായിട്ട് നീ ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് കാലിൽ ഒരുപാട് നീര് വരും. നീ ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ നീര് വരും. ഡോക്ടറെ അടുത്ത് പോയി നീരിനുള്ള മരുന്ന് കഴിക്കും, അത് കുറയും. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ പഴയ പോലെ തന്നെ ആവും. പക്ഷേ 3 ദിവസം നമ്മുടെ ഫുഡ് കഴിച്ച് 1.5 കിലോ വെയിറ്റ് കുറഞ്ഞു. 3-ാമത്തെ ദിവസം വെയിറ്റ് നോക്കിയപ്പോ 1.5 കിലോ വെയിറ്റ് കുറഞ്ഞു. അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. ഇപ്പോ ഒരു 2 വർഷമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് പോണു. അതുപോലെ തന്നെ നമ്മുടെ ഇതൊരു മെഡിസിൻ അല്ല, ഫുഡാണെന്ന് പറഞ്ഞു അല്ലെ. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡാണ്. 78 വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക്. ഓണായാലും വിഷു ആയാലും ഏതൊരു ദിവസമായാലും എൻ്റെ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ 1.5 വർഷമാവുന്നു. അടുത്ത മാസത്തേക്ക് 1.5 വർഷമായിട്ട് എൻ്റെ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഫുഡ് തന്നെയാണ്. അത് എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് വളരെ എന്താ പറയാ, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫുഡ് എടുത്ത് ഐഡിയൽ വെയിറ്റ് ആയി, ഇതുപോലെ വുമൺ ചോയ്സ് എടുത്ത് നല്ല റിസൾട്ട് എടുത്ത കുറെ പേര് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട് അല്ലെ. അവര് ജസ്റ്റ് അവരുടെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ ഉപയോഗം, എങ്ങനെ നമുക്ക് എഫക്റ്റ് ആവണമെന്ന് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കും കൂടി അതൊരു ഹെൽപ്പ് ആവും. സറ പട്ടോ ഹലോ.
ഓക്കെ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ കൊപ്പൻ ന്യൂട്രീഷൻ സെന്ററിൽ നിന്നാണ്. എന്റെ പേര് ഷഹല, വയസ്സ് 30 വയസ്സ്. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. 30 വയസ്സായി. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് വെയിറ്റ് ലോസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഹലോ, പറയൂ, കേൾക്കാം. ഓക്കെ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായിരുന്നു. ഏകദേശം 12 കിലോ വെയിറ്റ് കുറച്ചു. ഏകദേശം കുറഞ്ഞ സമയത്ത് തന്നെ വളരെയധികം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ടുണ്ടായിരുന്നത് പെയിനുകളായിരുന്നു. ബാക്ക് പെയിൻ, അതുപോലെ ലെഗ് പെയിൻ ഒക്കെ ആയിരുന്നു. അതൊക്കെ മാറിക്കിട്ടി. മാത്രമല്ല, ഞാൻ 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്പെക്സ് മാറ്റാൻ പറ്റി. അതായത് ഇപ്പൊ ഞാൻ റിസൾട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മാഡം ഇന്ന് ക്ലാസ് എടുത്ത വുമൺ ചോയ്സിനെ കുറിച്ചിട്ടാണ്. കാരണം എനിക്ക് PCOD പോലത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഉണ്ടായിരുന്നത് പെയിൻ ആയിരുന്നു. നമ്മൾ ആ ദിവസങ്ങളിൽ 7 ദിവസങ്ങളിൽ ഒരു 2 days ഭയങ്കര പെയിൻ ആയിരിക്കും. പെട്ടെന്ന് എണീക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആ 2 days മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ വുമൺ ചോയ്സ് എടുത്തത് മുതൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം. കാരണം ആ ടൈമിൽ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നല്ലോ. ടൈമിൽ നോക്കാൻ പറ്റില്ല, മക്കളെ നോക്കാൻ പറ്റില്ല, നമ്മള് മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല. പെയിനും കാര്യങ്ങളായിട്ട് പെട്ടടനെ 2 days ആ ഒരു സമയത്ത്. പക്ഷെ അത് നമ്മളെ അമേസിങ് ഫുഡ് എടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. മാത്രല്ല, ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെന്നല്ല നമുക്ക് ഫീൽ ചെയ്യാറില്ല. ആ ഒരു 2 days മുന്നേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. നമുക്ക് അത് ഈ ഒരു ഫുഡ് എടുത്തതിന് ശേഷം ഭയങ്കര റിലാക്സ് ആണ്. ഒരു പെയിനോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ആ സമയത്ത് വർക്ക് ചെയ്യാനോ ഒരു സ്ട്രെസ്സോ ടെൻഷനോ മറ്റേ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ ഉള്ള ടൈമുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 2 years ആയിട്ട് ഞാൻ വുമൺ ചോയ്സ് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ആളാണ്. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ നമുക്ക് ആ ടൈമിൽ അത് ഉണ്ടെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അത് നമുക്ക് ഒരു മാസം അതങ്ങനെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എന്റെ റിസൾട്ട്. ഇതിനൊക്കെ സഹായിച്ച എന്റെ കോച്ച് മൻസൂർ സാറ്, അതുപോലെ തന്നെ KK, ഇവരോട് ഫ്രം ദ ഹാർട്ട് നിന്ന് നന്ദി പറയാന്. ഓക്കെ, താങ്ക് യു മാഡം. നല്ല സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു മാഡം. ഹലോ, ഓക്കെ, അവരുടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. കുഴപ്പമില്ല. കൺഗ്രാജുലേഷൻ, സൂപ്പർ. ഓക്കെ, താങ്ക് യു സർ. നല്ല റിസൾട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രായം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും 30 വയസ്സായി ഇന്നലെ. വെരി ഗുഡ്. വരുന്ന സമയത്ത് എത്രയായിരുന്നു ബോഡി ഏജ് കാണിച്ചിരുന്നത്? സൂപ്പർ റിസൾട്ട് ആണ് അല്ലേ? 49. ഓക്കെ, മാഡം വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഇനി വേറെ ആർക്കാ റിസൾട്ട് ഷെയർ ചെയ്യാനുള്ളത്? ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഹാനിയ, വയസ്സ് 19. ഞാൻ മാറഞ്ചേരിയിൽ നിന്ന് കണക്ട് ആയിരിക്കുന്നു. കേൾക്കില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ട് 8 വർഷത്തോളായി. ഞാന് എന്താ പറയാ, ഫുഡ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കഴിച്ചിരുന്നത്. മുന്നേ കഴിച്ചിരുന്നത് ന്യൂട്രീഷന് വേണ്ടിയിട്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞ് നോക്കുമ്പോ ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാലോ വെച്ചിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു. ഒരു 7 കിലോളം വെയിറ്റ് ഗെയിൻ ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഭയങ്കര ടയർഡ് ആയിരുന്നു. ഡെയിലി ഇപ്പൊ സ്കൂളിൽ വരുമ്പോ ടയർഡ് ഉണ്ടായിരുന്നു. പിന്നെ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഡൈനോ ഷേക്ക് എടുത്തോടുകൂടി വിശന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ മാഡം ഇന്ന് വുമൺ ചോയ്സിനെ കുറിച്ചിട്ട് പറഞ്ഞേ. അതിന്റെ റിസൾട്ട് എന്താ വെച്ചാൽ അമേസിങ് റിസൾട്ട്സ് ആണ്. എനിക്ക് പീരീഡ് ടൈമില് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വുമൺ ചോയ്സ് ഡെയിലി യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എനിക്ക് പെയിൻ ഇല്ല. ഡെയിലി എന്ന് നോർമൽ ഡേ വരെ തന്നെ പീരീഡ്സ് ഡേ പോയോണ്ടിരിക്കുന്നത്. പെയിൻ ഇല്ല. പിന്നെന്താ പറയാ, അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്നുമില്ല. അതൊരു നമുക്ക് ഡെയിലി ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. താങ്ക് യു മൈ കോച്ച്. താങ്ക് യു മാം. സൂപ്പർ റിസൾട്ട് അല്ലേ? അപ്പൊ അത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനും നമ്മൾ ഈ സെയിം ഫുഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പറയൂ. എൻ്റെ പേര് സുലൈഖ, നാടോറമ്പെന്നാണ്. ഓക്കെ, മാഡത്തിൻ്റെ ക്ലാസ് ഇന്ന് സൂപ്പറായിരുന്നു.
ഒരു കോൾസ് വന്ന സൗണ്ട് ഇഷ്യൂണ്ട് എങ്കിലും വിമൺ ചോയ്സിന്റെ റിസൾട്ട് പറയാതൊക്കെ വയ്യ. വിമൺ ചോയ്സ് സൂപ്പർ റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നേരത്തെ മാഡം പറഞ്ഞ പോലെ നമ്മുടെ യൂട്രസിൽ കുമിളങ്ങൾ സിസ്റ്റ് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾ ബോഡി പെയിൻ ആയിരുന്നു. ഇത് കറക്റ്റ് എൻ്റെ സാർ എനിക്ക് വിമൺ ചോയ്സ് എടുക്കാൻ പറഞ്ഞോടുകൂടി ഒറ്റ മാസം കൊണ്ട് തന്നെ അത് റെഗുലർ ആക്കാൻ പറ്റി. പക്ഷെ ഇന്ന് വരെ ഇപ്പോൾ നോർമൽ പീരീഡ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യാതൊരു ബുദ്ധിമുട്ടില്ല. എനിക്കിതിന് റിസൾട്ട് എടുത്തതെന്ന് എൻ്റെ മാഡത്തിന് സാഗര മേഡം അഷഫ് സാറിന് നമ്മുടെ ആട്ടിന് നന്ദി പറഞ്ഞു. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇനി ആരാണുള്ളത് ഇതേപോലെ നല്ല സൂപ്പർ റിസൾട്ട് എടുത്തിട്ടുള്ള ആരെങ്കിലും? നിങ്ങളുടെ റിസൾട്ട് ഷെയർ ചെയ്യുമ്പോ അത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവും. ഇതൊരു ഫുഡാണ്, അത് കഴിച്ചിട്ട് ഇത്ര മാറ്റം ഉണ്ടോ എന്നുള്ളത് പറയൂ. ഹായ്. ഓക്കെ, വയസ്സ് 44. ജില്ലയിലും മറയൂരിൽ നിന്നാണ് കണക്ട് ആവുന്നത്. ശരിക്കും ഓപ്പൺ ചെയ്യാനുള്ള ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ വുമൺ ചോയ്സ് തന്നെയാണ്. എന്നെ രക്ഷപ്പെടുത്തിയ ആളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നത് PCOD ഇഷ്യൂസ് ആയിരുന്നു, പീരീഡ്സ് പ്രോബ്ലം ആയിരുന്നു. കേൾക്കാമല്ലോ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അത് എനിക്ക് പീരീഡ്സ് ഇറഗുലർ പീരീഡ്സ് ആയിരുന്നു. ആയാല് 3 months ഒക്കെ കൂടി പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ കിടന്ന കിടപ്പ് കിടക്കണം. അതിന്റെ കൂടുതൽ മൈഗ്രേൻ എന്നെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത ഇതൊന്നും ഇല്ലാണ്ട് പോയാലോ ആഗ്രഹിച്ചാണ് ഞാൻ. അങ്ങനെ പക്ഷേ അത് കറക്റ്റ് ആയിട്ട് റെഗുലർ ബേസിൽ എടുത്തപ്പോ ഇപ്പൊ വേദന അങ്ങനെ എന്താ എനിക്ക് അങ്ങനെ ഒരു വേദന എന്ന് പറയാൻ അറിയില്ലായിരുന്നു. കറക്റ്റ് എന്താ പറയാ ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് കണക്ട് ആയിരിക്കുന്നു, മരുതൂരിൽ നിന്നാണ്. അപ്പോ എനിക്ക് ഇതുപോലെ ഈ വുമൻസ് ചോയ്സ് ഞാൻ എടുക്കുന്ന ഒരു ആളാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് ഈ പീരീഡ് ടൈമില് 52 വയസ്സുണ്ട്. ഭയങ്കരമായിട്ടുള്ള വയറുവേദനയും പിന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവമാണ്. ഞാൻ എന്റെ കോച്ചിനോട് പറയും. എന്റെ കോച്ചിന്റെ പേര് ഷിബി ഹാബ്സ് എന്നാണ്. അപ്പൊ അങ്ങനെ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു എന്തായിരുന്നാലും ഈ വുമൻസ് ചോയ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനതെടുത്തു. അതെടുത്തു തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് വയറുവേദന, ഭയങ്കര വയറുവേദനയായിരുന്നു. വയറുവേദന വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഛർദിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. 2-3 ദിവസം ഭയങ്കര തലവേദന, ഛർദില്. നമുക്കൊരു 16-15 വയസ്സിലൊക്കെ ഉണ്ടാവുന്ന അതേ രീതി തന്നെയാണ് ഈ 52 വയസ്സിലും എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വുമൻസ് ചോയ്സ് എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കോച്ചസ് അത് പറഞ്ഞത് കാരണമാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഇങ്ങനെയുള്ള നേരത്തെ മാഡം പറഞ്ഞതുപോലെ നമുക്ക് സ്ത്രീകൾക്ക് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇപ്പൊ എനിക്ക് വയറുവേദന എല്ലാ മാസത്തുപോലെ അങ്ങനെ വയറുവേദനയില്ല. പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. വൊമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊന്നുമില്ല, തലവേദനയില്ല. അപ്പൊ എന്തായിരുന്നാലും എന്റെ കോച്ചിനോട് നന്ദി പറയുന്നു. താങ്ക് യു. ഷിബി ഹാബ്സ്. വെരി ഗുഡ്, സൂപ്പർ. അവർക്ക് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണ്. റെഡിയാണോ? അതെ, വളരെ സൂപ്പർ റിസൾട്ട് ആണ്. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇത് അല്ലെ. ഒരുപാട് മെഡിസിൻ ഒക്കെ എടുത്ത്
ശരീരം കേടാക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും. നമ്മളിതൊരു ഭക്ഷണ രീതി മാറ്റിയപ്പോ തന്നെ നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതല്ലേ ഏറ്റവും നല്ലത് അല്ലെ? ഒരിക്കലും ഇതൊരു മെഡിക്ലെയിം ആയിട്ട് എടുക്കരുത്. ഇതൊരു ഭക്ഷണമാണ്. നമ്മുടെ ഭക്ഷണ രീതി മാറ്റി ജയി പറഞ്ഞത് അവരുടെ വെയിറ്റ് കുറച്ചു, ഭക്ഷണ രീതി മാറ്റി, അങ്ങനെയാണ് അവർക്ക് ആ റിസൾട്ട് കിട്ടിയത്. അതിന്റെ കൂടെ ഈ ഒരു പ്രോഡക്റ്റ് കൂടി ഉപയോഗിച്ചപ്പോ അതൊരു എക്സലന്റ് റിസൾട്ട് ആയിട്ട് മാറി. അപ്പം ഇത്രയും നേരം ഇനി ആർക്കെങ്കിലും റിസൾട്ട് ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. എന്റെ മോൾക്കും ഇതുപോലെ എക്സലന്റ് റിസൾട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു വുമൺ ചോയ്സ് ഉപയോഗിച്ചിട്ട്. അവള് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. ഇതേപോലെ ഇപ്പം ഈ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ആൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമായിരുന്നു, വൊമിറ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പീരിയഡ്സിന്റെ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കില്ല, 2 ദിവസം പട്ടിണിയാവും. അപ്പൊ ഷേക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഡൈനോ ഷേക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വുമൺ ചോയ്സ് ഞാനത് ഉപയോഗിച്ച അതിന്റെ റിസൾട്ട് അറിഞ്ഞാലേ നമ്മള് നമ്മുടെ മക്കൾക്ക് കൊടുക്കുള്ളൂ. ഞാനത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ എന്റെ മോൾക്ക് കൊടുത്തു. ഇപ്പൊ ഒരു പ്രശ്നമില്ല. പീരിയഡ്സിന്റെ സമയത്ത് സൂപ്പറായിട്ട് ക്ലാസ്സിൽ പോവാനും ഒരു അറ്റൻഡൻസ് പോലും അതിന്റെ ഭാഗമായിട്ട് ഇതേവരെ നഷ്ടപ്പെട്ടിട്ടില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് എന്റെ സ്പോൺസർ ലത്തീഫിനും, അതുപോലെ എന്നെ കോച്ച് ചെയ്ത് ഗൈഡ് ചെയ്ത അഷ്റഫ് സാറിനും സാബിറ മാഡത്തിനും, എന്നെ ഇതുപോലെ കുറച്ചെങ്കിലും സംസാരിക്കാൻ പഠിപ്പിച്ചു തന്ന ഗഫൂർ സാറിനും ബനീഷ മാമിനും, എല്ലാ അപ്ലൈൻ കോച്ചസിനും, സൂറ മാഡത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അത്രയും നന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അവരാണ്. എല്ലാവർക്കും ഞാൻ ഫ്രം ദ ഹാർട്ടിൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാർക്യൂസ്. താങ്ക് യു ഹാപ്പി ലൈഫ്. സെഷൻ എൻഡ്. Thank you, madam, for the excellent session. Thank you, ma'am. Thank you. Thank you, madam.